ഇപ്പം പോൾ പി മാണി മത്സരിച്ചപ്പോൾ പോൾ പി മാണി പറഞ്ഞത് വോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കഞ്ഞിക്കലത്തി നോക്കി വോട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം പുള്ളി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ 1900 ഈ സമയം 77 ആയപ്പോഴത്തേക്ക് ഹരിത വിപ്ലവം നടന്നിരുന്നു. ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിന് കാര്യമായ ഒരു പരിഹാരമായിരുന്നു. അപ്പം പുള്ളി ആളുകളോട് ഇപ്പോൾ പട്ടിണിയില്ല, അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യൂ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ പോൾ പി മാണിയുടെ തൊട്ടു മുമ്പ് പോൾ പി മാണി വരുന്നത് തന്നെ 1974 സമയങ്ങളിൽ പുള്ളിയുടെ മുൻഗാമി എന്ന് പറയുന്നത് KT ജോർജാണ്. KT ജോർജ് എന്ന് പറഞ്ഞ് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പുള്ളിയായിരുന്നു. പക്ഷെ പുള്ളി നിയമസഭയിൽ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പം അങ്ങനെ നിയമസഭയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ മരിച്ച നേതാവാണ് KT ജോർജ്. KT ജോർജ് അങ്ങനെ മരിച്ചതിന് ശേഷം പുള്ളിയുടെ പാർട്ടിയിൽ നിന്ന് വന്നതാണ് പോൾ പി മാണി. പക്ഷെ പോൾ പി മാണിക്ക് കൊടുത്തത് ഭക്ഷ്യ വകുപ്പായിരുന്നു, ഭക്ഷ്യ വകുപ്പും പൊതുവിതരണ വകുപ്പും. പക്ഷെ പോൾ പി മാണിക്ക് പോൾ പി മാണി മാത്രം തോൽക്കാനുള്ള പ്രധാന കാരണം അന്ന് ക്രിസ്ത്യൻ സഭയിൽ, പ്രത്യേകിച്ച് മലങ്കര സഭയിൽ ഒരു 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 തർക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ തർക്കത്തിൻ്റെ ഫലമായിട്ട് ഫാദർ ഔസേഫ് പാത്തിക്കൽ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു പാതിരി, പുള്ളി ഇലക്ഷന് കയറി. പുള്ളി മത്സരിച്ചത് ഒട്ടക ചിഹ്നത്തിലാണ്. അപ്പോൾ ഒട്ടക ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ പലരും പറഞ്ഞു ഔസേഫ് പാത്തിക്കൽ അച്ഛൻ നിയമസഭയിലേക്ക് വരുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നത് പോലെയാണ്, സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നത് പോലെയാന്ന് പറഞ്ഞു. പക്ഷേ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പുള്ളി മത്സരിച്ചത് കൊണ്ട് വോട്ട് വിഭജിക്കുകയും പോൾ പി മാണിക്ക് വോട്ട് കിട്ടാതെ പുള്ളി പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ പുള്ളി മാത്രമേ ഈ ഇലക്ഷനിൽ കഴിഞ്ഞ മന്ത്രിസഭ എന്നുള്ളത് തോറ്റതുള്ളൂ. ബാക്കി എല്ലാം ആ CPI കോൺഗ്രസ് മന്ത്രിസഭയിലെ എല്ലാവരും ജയിച്ചു കയറി. ഈ ഇലക്ഷനിലെ CPMൻ്റെ 1-2 മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നുള്ളതായിരുന്നു CPMൻ്റെ ഒരു മുദ്രാവാക്യം. മറ്റൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ 57 EMS, 67 EMS, 77 EMS എന്നുള്ളതായിരുന്നു CPMൻ്റെ മുദ്രാവാക്യം. ഇതൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടി കണക്ഷനുകളാണ് ഇതൊക്കെ. ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ജനത ജയിക്കും, ജനാധിപത്യം ജയിക്കും, ജനങ്ങൾ ഭരിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി UPയിലെ റായ്ബറേലിയിൽ നിന്നും മത്സരിച്ചു. റായ്ബറേലിയും അമേത്തിയുമാണ് നെഹ്റു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട 2 നിയോജക മണ്ഡലങ്ങൾ. റായ്ബറേലിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി തോൽക്കുന്നു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ്സിന് വൻ പരാജയം നേരിട്ടപ്പോഴാണ് ഇന്ത്യ ചിന്തിക്കുന്നതിന് വിരുദ്ധമായി എപ്പോഴും മാറി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതിന് അടിവരയിടുന്ന രീതിയിൽ ഇവിടെ ലോകസഭയിലെ 20 സീറ്റും കോൺഗ്രസ് ജയിക്കുന്നു, നിയമസഭയിലെ 111 സീറ്റും ജയിക്കുന്നു. അത് ചുരുക്കി പറഞ്ഞാൽ ലോകസഭയിൽ പറയുകയാണെങ്കിൽ CPIM മുന്നണിയെ സംപൂജ്യരാക്കി വിടുകയായിരുന്നു നടന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു വിജയത്തിനുള്ള കാരണം എന്ന് പറയുന്നത് അച്യുതമേനോൻ സർക്കാരിൻ്റെ ചില പദ്ധതികളാണ് എന്ന് പറയുന്നു. അതിലൊന്നാണ് വക്കം പുരുഷോത്തമൻ മന്ത്രിയായിരുന്നു. വക്കം പുരുഷോത്തമൻ കൊണ്ടുവന്ന കർഷക തൊഴിലാളി ബില്ല്. അതിൽ കർഷക തൊഴിലാളികൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടത്തില്ല എന്നുള്ള ഒരു ബില്ലായിരുന്നു അത്, കർഷക തൊഴിലാളി ബില്ല്. പിന്നെ ഈ വക്കം പുരുഷോത്തമൻ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണം പുള്ളിയാണ് ചുമട്ട് തൊഴിലാളി സംരക്ഷണ ബില്ല് കൊണ്ടുവന്നത്. അതായത് ചുമട്ട് തൊഴിലാളികളുടെ ജോലി നഷ്ടമാകില്ല, അപ്പോൾ അതിനു വേണ്ടിയുള്ള രീതിയിലുള്ള ബില്ല് കൊണ്ടുവരുന്നു. പിന്നെ പുള്ളി കൊണ്ടുവന്ന് വളരെ പ്രധാനപ്പെട്ടതായ ക്യൂസുകൾക്കൊക്കെ ചോദിക്കുന്നതാണ് ഓണാഘോഷം എല്ലാ വർഷവും നടത്തുന്ന ആ രീതി കൊണ്ടുവന്നത് വക്കം പുരുഷോത്തമനായിരുന്നു. ഇതെല്ലാം ഈ ഗവൺമെൻറ് ഉള്ളപ്പോഴാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വക്കം പുരുഷോത്തമൻ മന്ത്രിയായിരിക്കുമ്പം കൊണ്ടുവന്ന സാധനങ്ങളാണിത്. പിന്നെ വക്കം പുരുഷോത്തമൻ കൊണ്ടുവന്നാണ് എല്ലാ ജില്ലകളിലും ഗസ്റ്റ് ഹൗസുകളും, ഡൽഹിയിലെ വളരെ ആഡംബര പൂർണ്ണമായ ഒരു കേരള ഹൗസ്,
ഇതെല്ലാം വക്കം പുരുഷോത്തമൻ കൊണ്ടുവന്ന. ഇതെല്ലാം പറയുമ്പോഴും വക്കം പുരുഷോത്തമനുള്ള റെക്കോർഡ് എന്താണ്? സ്പീക്കറായിട്ടുള്ള റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തിയാണ് വക്കം പുരുഷോത്തമൻ. ഇപ്പോൾ വക്കം പുരുഷോത്തമൻ്റെ റെക്കോർഡുകൾ ഇതൊക്കെയാണ്. റെക്കോർഡല്ല, പദ്ധതികൾ, പുള്ളി കൊണ്ടുവന്ന പദ്ധതികൾ ഇതൊക്കെയാണ്. പിന്നെ മറ്റ് ഒരു മന്ത്രി കൊണ്ടുവന്നാണ് എം.എൻ. ഗോവിന്ദൻ നായർ. എം.എൻ. ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞാൽ CPIയുടെ വളരെ പ്രമുഖനായ നേതാവാണ്. പുള്ളി കൊണ്ടുവന്നതാണ് ലക്ഷം വീട് പദ്ധതി. ലക്ഷം വീട് പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭവനരഹിതരായ ആളുകൾക്ക് 1 ലക്ഷം വീടുകൾ, 1 ലക്ഷം ഭവനരഹിതരായ ആളുകൾക്ക് വീട് പണിത് കൊടുക്കുന്ന പദ്ധതി. അത് എം.എൻ. ഗോവിന്ദൻ നായർ കൊണ്ടുവന്ന. പിന്നെ ഒരുപാട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ റിസർച്ച് സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന. ഇതൊക്കെ ആവണം അടിയന്തരാവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടും കോൺഗ്രസിനും CPI മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുവാൻ കാരണമായ ഘടകങ്ങളെന്ന് കരുതപ്പെടുന്നു. അപ്പം അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ 1977 മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയാവുകയാണ്. അപ്പോൾ കരുണാകരൻ കരുതിയത് അടിയന്തരാവസ്ഥ കാലത്തുള്ള പോലീസ് നടപടിയെ തുടർന്നുള്ള വിവാദങ്ങളൊന്നും തന്നെ ബാധിക്കത്തില്ലെന്നുള്ളതാണ്. പക്ഷെ പിന്നീട് നടന്നത് അതിനൊക്കെ വിരുദ്ധമായ പല സംഭവങ്ങളുമാണ്. RECയിലെ രാജൻ എന്ന വിദ്യാർത്ഥിയുടെ തിരോധാനം തുടർന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈശ്വര വാര്യർ പല മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ പോയി കാണുന്നു. പക്ഷേ പുള്ളിയുടെ മകനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാതായപ്പോൾ പുള്ളി കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ആ ബോഡി അവിടെ കോടതി ഹാജരാക്കണമെന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. ഇപ്പോൾ കോടതി കരുണാകരനെ വിളിപ്പിക്കുന്നു. കരുണാകരൻ പറയുന്നു, രാജനെ കൊന്നിട്ടില്ല, രാജനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ഈശ്വര വാര്യരെ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് കരുണാകരൻ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. ഈശ്വര വാര്യരെ രാജനെ പിടിച്ചുകൊണ്ട് പോയപ്പോഴുള്ള സാക്ഷികളുടെ മൊഴികളും തെളിവുകളും കരുണാകരനെ കണ്ടതിൻ്റെ തെളിവുകളുമെല്ലാം കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു. അങ്ങനെ സത്യവാങ്മൂലം കരുണാകരൻ സമർപ്പിച്ച സത്യവാങ്മൂലം തെറ്റാണെന്ന് കോടതിക്ക് ബോധ്യമാകുന്നു. ഈ കേസ് കേട്ടത്